നമസ്കാരം. ട്രാവൽ വിത്ത് അഞ്ജലി റോക്കിന്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബാംഗ്ലൂർ വന്നൊരു 6-7 വർഷമായിട്ടും ഞാൻ നമ്മുടെ നാട്ടിലത്തെ രുചികൾ കിട്ടുന്ന ഭക്ഷണം എവിടെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നു. പിന്നെ ഒടുവിലാണ് മനസ്സിലായത് ഇവിടത്തെ രീതിയിലുള്ള നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് അന്വേഷിച്ചു പോയാലോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ദേശി മസാലയിലാണ്. ബാംഗ്ലൂർ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ദേശി മസാല. നമ്മൾ പോകുന്നത് കല്യാൺ നഗറിലുള്ള ബ്രാഞ്ചിലാണ്. ഈ കല്യാൺ നഗർ എന്ന് പറയുന്നത് റെസ്റ്റോറന്റുകളുടെയും പബ്ബുകളുടെ ഒക്കെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ ബാംഗ്ലൂർ വരുമ്പോൾ ഈ സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ നല്ല ഫുഡും ഒരുപാട് ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ബാംഗ്ലൂർ ബസ്സിൽ വരികയാണെങ്കിൽ മാർത്തള്ളി റൂട്ടിൽ നിന്ന് കല്യാൺ നഗർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബ്രിഡ്ജ് കയറുന്നതിന് മുന്നേ താഴെ ലെഫ്റ്റിലോട്ടുള്ള വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു HBR സെക്കൻഡ് ബ്ലോക്കിൽ എത്തും. കല്യാൺ നഗറിലെ HBR സെക്കൻഡ് ബ്ലോക്കിലാണ് മിക്ക പബ്ബുകളും റെസ്റ്റോറന്റുകളും ഒക്കെ ഉള്ളത്. ഒരു ഇമ്പീരിയർ റെസ്റ്റോറന്റ് ഒക്കെ കണ്ടില്ലേ, ആ വഴി നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ മാത്രമല്ല, ഈവനിംഗ് ഒക്കെ ആയാൽ ഭയങ്കര ട്രാഫിക്കും തിരക്കുള്ള സ്ഥലമാണ്. കാരണം ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെസ്റ്റോറന്റ് ഓപ്ഷൻ ആയാലും പബ്ബുകളായാലും വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നല്ല അടിപൊളി റെസ്റ്റോറന്റുകൾ ഉണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും പലവിധ ഫുഡുകൾ ടേസ്റ്റ് ചെയ്തിട്ടും എനിക്കൊന്നും ഒരു തൃപ്തി വന്നില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടുത്തെ മിക്ക ഹോട്ടലുകളും, ഇത് വൺ ഓഫ് ദ റെസ്റ്റോറന്റ് ആണ്, നമസ്തേ സോൾട്ട് ഇന്ത്യ റെസ്റ്റോറന്റ്. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ടേസ്റ്റ് ചെയ്യണം. നല്ല അടിപൊളി ഫുഡുകൾ കിട്ടുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഫുഡുകൾ കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കല്യാൺ നഗറാണ്. പിന്നെ സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ഇന്ദിരാനഗറാണ്. പക്ഷേ ഇന്ദിരാനഗർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം ബാംഗ്ലൂരിലെ കല്യാൺ നഗറാണ്. അതായത് മാർത്തഹള്ളി റൂട്ടിൽ നമ്മൾ വൈറ്റ് ഫീൽഡ് പോണ വഴിയായാലും ഹെബ്ബാൽ പോണ വഴിയായാലും യലഹാങ്ക പോണ വഴിയായാലും ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കല്യാൺ നഗർ. അപ്പൊ ഈ കല്യാൺ നഗറിലെ HBR സെക്കൻഡ് ബ്ലോക്കിൽ ഈ വഴിയിലാണ് നൈറ്റ് ഒക്കെ ആയാലും ഒരുപാട് ടീം ലഞ്ച് ആയാലും ടീം ഡിന്നറിനായാലും ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ലാത്ത ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറന്റുകളും പബ്ബുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ വഴി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഇവിടെ അടിപൊളി റെസ്റ്റോറന്റുകൾ ഉണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഇന്ത്യൻ ഫുഡുകളൊക്കെ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഫേ കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്ന വഴി ഒരുപാട് ഔട്ട്ലെറ്റുകൾ കാണാം. ഇത് ലേക്ക് വ്യൂ മിൽക്ക് ബാർ, ഇതിന്റെ വ്ളോഗ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും. ഇവിടെ ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് ഐസ്ക്രീം ഡെസേർട്ടുകൾ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ ഒരുപാട് ഇപ്പൊ ഷോപ്പിങ്ങിനാണെങ്കിലും പാൻറ്റലൂൺ സ്റ്റുഡിയോ, ട്രെൻഡ്സ്, അങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽ ഔട്ട്ലെറ്റ്സുകൾ, ജ്വല്ലറികൾ, ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയാം. പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. വലിയ പൊള്യൂഷൻ ഒന്നും ഇല്ലാത്ത നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് സത്യത്തിൽ. പക്ഷേ നൈറ്റ് ടൈമും വീക്കെൻഡ് ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്ക്. അപ്പൊ നമ്മൾ നേരെ ആ വഴി വന്നു കഴിഞ്ഞ ഒരു അമ്പലമൊക്കെ കാണാം. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോയി വീണ്ടും ലെഫ്റ്റ് മെയിൻ സിഗ്നൽ എത്തുമ്പോൾ വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ദേശി മസാല എന്ന് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ദേശി മസാല HBR ബ്ലോക്ക് കല്യാൺ നഗറിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട് ഈ ദേശി മസാലയ്ക്ക്. ജയനഗർ ഉണ്ട്, സൗത്ത് ബാംഗ്ലൂർ ഗാന്ധിനഗർ, ബ്രുക്ക്ഫീൽഡ്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഞാൻ തിരിക്കുന്ന കല്യാൺ നഗറിൽ ഈ ബ്രാഞ്ചിലാണ്. നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടൊരു റെസ്റ്റോറന്റ് ആണ്. എന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ മോളിലൊക്കെ പോയിട്ട് ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് ഒരു 1000 ഇപ്പോൾ കുറെ ആൾക്കാരൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന നേരം ഉണ്ടെങ്കിൽ ജസ്റ്റ് 250 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഫുഡ് കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് സൂപ്പ്, ജ്യൂസ്, 3 തരം സ്റ്റാർട്ടേഴ്സ്, പിന്നെ 3 ടൈപ്പ് റൈസുകൾ, റൊട്ടി, നാന്, 2 ടൈപ്പ് ഗ്രേവി, ഒരു വെജിറ്റബിൾ ഫ്രൈ, പിന്നെ സ്വീറ്റ്സ്. രാത്രി 11:30 വരെയാണ് ഉള്ളത്. വീക്കെൻഡിലാണെങ്കിൽ രാവിലെ 7 മണിക്ക് കയർക്കും, 11 മണി വരെ ഉണ്ട്. വീക്കെൻഡിൽ റൈറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ വീക്കെൻഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഇത്തിരി കൂടി കൂടും. അപ്പൊ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഇത്രയും കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് മനസ്സ് നിറച്ച് ഫുഡ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിച്ചിട്ട് സമാധാനമായിട്ട് നല്ല വേറെ ആയിട്ട് പുറത്തു പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. പിന്നെ ഈ ഒരു വഴി വരികയാണെങ്കിൽ കല്യാൺ നഗറിന്ന് വരികയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതിന്റെ അടുത്ത് തന്നെ ജസ്റ്റ് 100 മീറ്റർ ഡിസ്റ്റൻസിൽ ടാമറിൻ റെസ്റ്റോറന്റ് ഉണ്ട്. നോൺ വെജ് ഓപ്ഷൻസ് ഒരുപാടുള്ള ക്വാളിറ്റി ഫുഡാണ്. നല്ല ആംബിയൻസ് ആണ് അവിടുത്തെ റെസ്റ്റോറന്റ്. അപ്പൊ ആ സ്ഥലത്ത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വരണവർക്ക് ഒരുപാട് റെസ്റ്റോറന്റ് ഉണ്ട്. ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഒരുപാട് ജ്വല്ലറി ആയാലും ആക്സസറീസ് ആയാലും ഇൻഡിവിജ്വൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്, പാൻറ്റലൂൺസ്, ട്രെൻഡ്സ് സ്റ്റുഡിയോ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ വേറൊരു ഭാഗത്താണെങ്കിൽ ജയനഗർ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെയാണെങ്കിൽ അവിടെയും ഇവർക്ക് ദേശി മസാലയ്ക്ക് ബ്രാഞ്ച്
ഫുഡിന് ശേഷം നല്ല ഐസ്ക്രീം ഡെസേർട്ടും സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ചാറ്റൊക്കെ കഴിച്ച് നല്ല കൂളായിട്ട് തിരിച്ചു വരാം. നൈറ്റ് ടൈമിലും വീക്കെൻഡിലും നൈറ്റിലൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇവിടെ പുറത്ത് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ചിലപ്പോൾ കഴിക്കാൻ കയറാനായിട്ട്. വീക്ക് ഡേയ്സ് നോർമൽ ഡേയ്സ് വർക്കിംഗ് അവേഴ്സ് 12 PM to 10:30 PM ആണ്. വീക്കെൻഡിലാണെങ്കിൽ രാവിലെ 7 മണിക്ക് തുറക്കും. 7 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ടൈമിങ്. അത് മറക്കണ്ട. അപ്പൊ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് വെറൈറ്റി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പൊ ഇത്തരം വ്ളോഗ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്